ഒരു 4 ദിവസത്തിന് മുമ്പ് എ.പി. ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു. ന്യൂസ് ചാനൽ വഴിയാണ് ഇത് കാണാൻ വേണ്ടി കഴിഞ്ഞത്. റിപ്പോർട്ട് ചാനൽ വഴിയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീഡിയോയും കാണാൻ വേണ്ടി കഴിഞ്ഞു. പ്രസ് മീറ്റ് ടൈപ്പിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഏതായിട്ടും ഈ അടുത്തായിട്ട് ഈ ഒരു വീഡിയോ എനിക്ക് കണ്ടതിന് ശേഷം ചില കാര്യങ്ങൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചില യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഇനി വെള്ളവസ്ത്രധാരികളാവട്ടെ, അല്ലെങ്കിൽ അധികമായിട്ടും എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഉസ്താദന്മാരല്ലാത്ത ആൾക്കാരാണ് കൂടുതലായിട്ട് കാണുന്നുള്ളത്. പക്ഷേ അതിലും ഇടയിൽ തന്നെ ഉസ്താദന്മാരായിട്ടുള്ള ചില ആൾക്കാരും ഉണ്ട്, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ. ഞാൻ പറയുന്നത് ഇതിലേക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാടന്മാരായിട്ടുള്ള ആൾക്കാർ, ചില യൂട്യൂബേഴ്സൊക്കെ വന്ന് ഈ വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തംബ്നെയിലും ക്ലിക്ക് ബൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് നല്ല രീതിയിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ സമസ്ത ഇതിൻ്റെ ഇടയിൽ പല രീതിയിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞ് ആൾക്കാരെ തന്നെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ചില വിഷയങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ നേതൃത്വം എന്താണ് പറയുന്നത് അത് നമുക്ക് അങ്ങ് കേട്ടാൽ പോരെ. എന്തിനാണ് മറ്റുള്ള ആൾക്കാരുടെ ചില വിഷയങ്ങളും അവർ പറയുന്നതായ ചില കാര്യങ്ങളും ഇതിനെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നാണ് എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്. എൻ്റെ ചാനൽ നിങ്ങൾ വീക്ഷിച്ചാൽ മനസ്സിലാവും, ഞാൻ എവിടെയും എ.പി. ഉസ്താദ് ആവട്ടെ അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളാവട്ടെ ഇങ്ങനെ വിമർശിക്കുന്നതായിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആ ഒരു തിങ്കിങ്ങിൽ പോവാറേ ഇല്ല. ഇനിയിപ്പോൾ ചില വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഘടനാപരമായിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ അല്ല, ഞാൻ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്താണ് ഞാൻ റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാറുള്ളത്. ആ സമയത്തൊക്കെ മുമ്പ് ഉസ്താദന്മാരിൽ ഒരു 2 ഉസ്താദിൻ്റെ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഓൾറെഡി. അതെന്തിനാന്ന് വെച്ചാൽ അതിൽ ചില തെറ്റുകൾ അവർ ചെയ്തത് കൊണ്ട്, അതിന് ആൾക്കാരൊക്കെ പ്രൂവ് ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ ന്യൂസിൽ അടിസ്ഥാനപരമായിട്ടാണ് നമ്മളത് വീഡിയോ ചെയ്തിട്ടുള്ളത്. അവിടെ ഞാൻ സംഘടനയൊന്നും നോക്കിയിട്ടല്ല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് നമ്മുടെ നേതൃത്വം എന്താണോ പറയുന്നത് അത് നമുക്ക് അങ്ങ് അനുസരിക്കാം. അല്ലാതെ ഈ അതിൻ്റെ ഇടയിൽ വരുന്നതായ ചില ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ ആൾക്കാരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് ഉണർത്താനുള്ളത്. നമുക്ക് ആദ്യം എ.പി. ഉസ്താദ് പറയുന്ന ആ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. പിന്നെ ന്യൂസുകാർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് അവർക്ക് വരുന്നത്. സമസ്തയിലെ പിളർപ്പോർത്ത് വിതുമ്പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. തന്നെ സമസ്തയിലേക്ക് കൊണ്ടുവന്നത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാറാണ്. പിന്നീട് ചിലർ തന്നെയും ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെയും അകറ്റി. ചില താല്പര്യക്കാർ സമസ്തയിൽ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കാര്യത്തിലുള്ള സമസ്തയിലെതിരായി പറഞ്ഞത് ഞങ്ങളെ തമ്മിൽ എത്തിക്കാഞ്ഞത് അവരുടെ പോയാൽ മാത്രമായി വിദേശത്ത് തങ്ങളാണ് കൈവരുള്ളൂ എന്ന് ചില ആളുകൾ മാത്രം പരിചയത്തിന്റെ പേരാണ് ഏതായാലും ചില ആളുകൾ മുതൽ പ്രവർത്തകനായി ഞാൻ ഈ ഒരു വിഷയമായിരുന്നു അന്ന് നടത്തിയത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ 2 സംഘടനയും ഐക്യമായി പോകുന്നു. ചില കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായമുണ്ട്. അതേപോലെ അവരുടെ, അതായത് നേതൃത്വം അവരുടെ ഇടയിൽ തന്നെ ഇവരും അഭിപ്രായം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഈ ഐക്യത്തെക്കുറിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതും നമുക്ക് കേട്ടു നോക്കാം. ഏതായിട്ടും ഇവർ 2 പേര് നമുക്ക് ഐക്യമായിട്ട് കാണാൻ വളരെ ആഗ്രഹമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് തരുമാറാകട്ടെ. അതേപോലെ ഈ ഐക്യത്തോട് മുമ്പോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ നുരിഞ്ഞ് കയറിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ടും, അതേപോലെ വ്യൂസിന് വേണ്ടിയിട്ടും യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടും സ്വാധീനം ചമർത്താൻ വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. നമുക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്ന ഒരു കാര്യം കൂടി കേട്ട് നോക്കാം.
മറ്റൊരു കാര്യം, ഇതിൻ്റെ ഇടയിൽ കൂടി വേറെ വിഷയം കൂടി എന്തോ വരുന്നുണ്ട്. അത് ഓക്കെ, നമുക്ക് മുഴുവനായിട്ടും കേട്ടു നോക്കാം. അവസ്ഥ ഐക്യം എന്ന് പറഞ്ഞാൽ അത് മുമ്പ് എപ്പോഴും നമ്മൾ പറയുന്നതല്ലേ, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നന്മക്ക് നടക്കുന്നതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാവരും ഭാഗത്തുനിന്നും ഐക്യമോ സാധിപ്പിച്ചേർത്ത് നന്മക്ക് നടക്കുന്നതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല. പിന്നെ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. ഐക്യമോ സുബ്ഹാനഹു സാധിപ്പിച്ചേർത്ത്. പിന്നെ അല്ല, മദ്യത്തിനെ വെച്ച് സംസ്ഥാന നിലപാടിപ്പോൾ എന്തൊക്കെ അറിയില്ലേ? സംസ്ഥാനല്ല അല്ല ഇസ്ലാമിന്റെ നിലപാട് മദ്യം തന്നെ ഒരു മയക്കുമരുന്ന് ഇസ്ലാമിൻ്റെ നിലപാട് മദ്യം നല്ല ഒരു മയക്കുമരുന്ന് നിൽക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവരുടെ നയത്തിൽ നമ്മൾ എതിർക്കല്ല, അവരുടെ നയത്തിൽ നമ്മൾ എതിർക്കല്ല. സർക്കാരിന് ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം. അത് വേറെ ഒന്ന്. അല്ല, അതങ്ങനെ ഐക്യം വേഗം പുലരണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. ഐക്യം പുലരാൻ ആവശ്യമായ പിന്നെ അതിൻ്റെ കാരണക്കാരാരാന്നും അവർ പ്രസ്ഥാനക്കാരും ആരും ആവാം. പിന്നെ ആര് അതിന്റെ പ്രവർത്തനത്തിന്റെ കാരണക്കാരാരാന്നും അവരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നവീന പ്രസ്ഥാനക്കാരെ പറ്റി മാത്രമല്ല, അവരും പലരും അതിൻ്റെ പിന്നിലുണ്ടാവാം. ഇല്ലാത്തവരൊക്കെ അത് അതിൻ്റെ ആളാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അയാൾ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട അവരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നവീന പ്രസ്ഥാനക്കാരെ പറ്റി മാത്രമല്ല, ശ്രമിക്കാം. പലരും അതിന്റെ പിന്നിലുണ്ടാവാം. തടസ്സമില്ല, തടസ്സമുണ്ടാവും. അതിന്റെ ആളാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ഇപ്പോൾ പല പ്രസ്ഥാനങ്ങളും പല രാഷ്ട്രീയ കക്ഷികളൊക്കെ ഐക്യത്തിൽ അയാൾ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളോ കുറച്ചുകൂടിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ തീയതി അതാണ്. മദ്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാന്നല്ല, മദ്യത്തിനോട് നമ്മൾ എതിരല്ലേ. അത് നമുക്ക് പറയാൻ പറ്റും. അവർ പിന്മാറുന്നുണ്ടോ, അവർ പറഞ്ഞ നോക്കിയിട്ടല്ലോ സർക്കാർ ഭരിക്കണത്. ഇവിടുത്തെ മുസ്ലിങ്ങളെ നോക്കിയിട്ട് ഭരിക്കണം, ഇനി വേറെ ഏതെങ്കിലും ആൾക്കാർ നോക്കിയിട്ട് അവരുടെ നയം അനുസരിച്ചല്ലേ. സർക്കാരിൻ്റെ നയങ്ങളുണ്ടാവും. നമ്മൾ അതിൻ്റെ സർക്കാരിൻ്റെ അല്ല, അതങ്ങനെ തന്നെ. ഇപ്പം നിങ്ങൾ നയം അങ്ങനെയല്ലേ, മുസ്ലിം ആവണ്ടല്ലോ. ഏത് തരി നയം അങ്ങനെ തന്നെയല്ലേ. ഇവിടെ ഇപ്പോൾ ഈ തൂഫാന്നൊക്കെ ഓക്കെ, അതിൽ പിന്നെ മദ്യത്തിൻ്റെ വിഷയമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതായിട്ടും ജഫ്രി മുത്തുകാര്യങ്ങൾ 100-ാം വാർഷികത്തിൻ്റെ ആ ഒരു മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് അന്ന് പോലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സുന്നി ഇതിൽ നിന്ന് ആരൊക്കെയാണ് പോയിട്ടുള്ളത്, അവരൊക്കെ തിരിച്ച് അതായത് വീട്ടിലേക്ക് തന്നെ കയറണം എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനു മുമ്പ് ഒരു ക്യാമ്പൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എനിക്കൊക്കെ ഭാഗിയാവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു തൗഫീഖാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ്. ഏതായിട്ടും നമുക്ക് ഇപ്പോൾ ഈ കണ്ടതുപോലെ നമ്മുടെ നേതൃത്വം എന്താണ് പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാം. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ ഐക്യമായി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്നും നമുക്ക് പറയാനില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നിന്ന് ഈ സംഘടനയിൽ കയറി ആ സംഘടനയെ തെറിവിളിക്കുകയോ, ആ സംഘടനയിൽ കയറി ഈ സംഘടനയെ തെറിവിളിക്കുകയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. അവ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കയറി നമ്മൾ ഇല്ലാത്ത കഥകളുണ്ടാക്കി നമുക്കറിയുന്ന ഇത് അറിവെച്ച് വെറുതെ ഇല്ലാതെ ഇങ്ങനെ ചൊരിയാനും മാന്താനും ഒന്നും നിൽക്കാൻ പാടില്ല എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ആ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് പോലും അറിയില്ല, അല്ലേ? അപ്പോൾ നമ്മളാണ് വന്ന് ഈ പറയുന്നത് എന്താ അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഇവരങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു. ഇതിൽ യാതൊരു പ്രാസക്തിയും ഇല്ല എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് എന്നിട്ട് നമ്മുടെ നേതൃത്വം എന്താണ് പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.